ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാർത്തിക അമ്മയും. അവർ പറയുന്നുണ്ട്, എന്തായാലും നമ്മളെ തേടി ഒരു കൊലയാളി വരും എന്നറിയുമ്പം നമ്മളതനുസരിച്ച് നോക്കിയും കണ്ടും അല്ലേ മോളെ ഇരിക്കുകയുള്ളൂ. ഞാനതിന് പ്രിപ്പയർഡായിട്ട് തന്നെ ഇരിക്കുന്നത്, അതിന് വേണ്ട ആയുധങ്ങളൊക്കെ കരുതിക്കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് ലക്ഷ്മി അമ്മ പറയുവാണ് കേട്ടോ. ആ സമയത്ത് കാർത്തിക പറയുവാണ്, എങ്കിൽ പിന്നെ കാണാം അമ്മയെന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. അതേസമയം പ്രകാശിനെ ഏൽപ്പിച്ച വാടക കൊലയാളി തൊട്ടപ്പുറത്തെ മുറിയിൽ റൂം എടുത്തിട്ട് ചിന്തിക്കുകയാണ്, ഇവിടെ ആകുമ്പോൾ അവരെ കൊല്ലാൻ എളുപ്പമാണ്, ഇവിടെ തന്നെ താമസിക്കാമെന്ന്. പിന്നെ കാർത്തിക നേരെ ചെന്ന് കാണുന്ന കിരണിനെയും കല്യാണിനെയാണ് കേട്ടോ. അവരോട് ലക്ഷ്മി അമ്മേനെ സഹായിക്കണമെന്നും അത് വാടക ഗുണ്ടകൾ വരുന്നുണ്ടെന്ന് പ്രകാശം പറഞ്ഞത് വെറുതെ ആയിരിക്കുകയല്ല എന്നൊക്കെ പറയുക. ആ സമയത്ത് കാർത്തികയോട് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ കിരണും കല്യാണി. ബഗാസുരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അമ്മാവൻ്റെ വെച്ച് നോക്കുമ്പോൾ പ്രകാശനൊന്നുമല്ല, അയാളെ ഏൽപ്പിച്ച ഗുണ്ടകളൊക്കെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും ഇത്, ഒട്ടും പേടിക്കണ്ട എന്നൊക്കെ ഉറപ്പ് കൊടുക്കുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഞങ്ങൾക്കും കുറച്ച് ഹോൾഡൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് കിരണിനെയും കല്യാണിനെയും വിശ്വാസമാണ്. എനിക്ക് പേടിയൊന്നുമില്ല, അമ്മയ്ക്കും ഇല്ല. പിന്നെ അതുമാത്രമല്ല, മറ്റു കുറച്ച് സഹായങ്ങളും കൂടെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണെന്നത് ഇതുവരെ കാർത്തികേച്ചി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയാണ്, അതൊക്കെ പറയാം, സമയമാവട്ടെ, ആദ്യം പ്രകാശൻ ഓരോന്ന് പടിപടിയായിട്ട് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. മനോഹർ ഇങ്ങനെ ശാരി വിളിച്ചിട്ട് കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം മനോഹർ ശാരിയെ കാണുമ്പോൾ ചോദിക്കുക, എന്താ അമ്മയെ വിളിച്ചത്? ഞാൻ മീറ്റിങ്ങിന് ഇടയ്ക്ക് വന്നതാ എന്ന് പറയുമ്പോഴേക്കും ശാരി എടുത്തടിച്ചോലെ ചോദിക്കുകയാണ്, മീറ്റിംഗ് കഴിഞ്ഞ് വന്ന ആൾക്കാർ സന്തോഷത്തോടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പം മനോഹർ പറയണം, അല്ല, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, അമ്മയെ കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് വന്നതാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേക്കും ശാരി ചോദിക്കുന്നുണ്ട്, ഇന്നെവിടെയായിരുന്നു മീറ്റിംഗ്, പാർക്കിലോ ഹോട്ടലിലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേ മനോഹറിന് എന്തോ ചെറുതായിട്ട് കത്തുവാണ്. എന്നിട്ട് എടുത്തടിച്ചോലെ ശാരി ചോദിക്കുകയാണ്, ഈ ജുബാനയും ഡോണയും നിഷയൊക്കെ ആരാടാ എന്ന് ചോദിക്കുകയാണ്. ഇതോടെ കേൾക്കുമ്പോൾ മനോഹറിന് മനസ്സിലാവുകയാണ് എല്ലാം മനസ്സിലായി എന്നുള്ളത്. അത് കഴിയുമ്പോഴേക്കും ശാരി അണ പൊട്ടിയിട്ട് ചോദിക്കുകയാണ്, പത്രത്തിലൊക്കെ കുറേ വിവാഹ തട്ടിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ ചതിക്കപ്പെടുന്നു എന്ന് ഓർത്തിട്ടുണ്ട്. നിന്നെപ്പോലെ ഓരോരുത്തവന്മാർ മതിയല്ലോ പെൺപിള്ളേരുടെ ജീവിതം നശിക്കാൻ എന്ന് പറഞ്ഞ് മനോഹറിൻ്റെ കുത്തിന് കയറി പിടിക്കുക. എന്നിട്ട് പറയാണ്, എൻ്റെ മോളെന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടൊരു വാശിക്കാരിയാണ്, അവള് ആ കൂടെ നല്ല രീതിയിൽ ജീവിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് നിന്നെയാടാ. എന്നാലും നിനക്ക് എങ്ങനെ അവളോട് ഇത് ചെയ്യാൻ തോന്നി? നിന്റെ മുഖച്ചായാലും ഒരു കുഞ്ഞു ഇപ്പം ജനിച്ചു, ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മനോഹർ ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ് ശാരീനെ. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ മകളെന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലോ, ആരുടെ മകള്? അത് താരയുടെ മകളല്ലേ? എനിക്കും എല്ലാ സത്യങ്ങളും അറിയാം, നിങ്ങൾ കൂടുതൽ ഒന്നും പറയണ്ട. ആ കുഞ്ഞിന് അച്ഛനാന്ന് പറയാൻ ഞാനുണ്ട്. നിങ്ങൾ മകളെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മകളെയാണോ? പിന്നെ നിങ്ങളുടെ ഭർത്താവിന് സത്യങ്ങളൊക്കെ അറിയാം. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ വലിയ മഹാപാപിയാന്നൊക്കെ, അത്രയ്ക്കൊരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഭർത്താവും സ്വന്തം പെങ്ങളോട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ മകളോട്? ഇല്ല. അതുമാത്രമാണോ, നിങ്ങളുടെ ഭർത്താവ് ചെറുപ്രായത്തിൽ തന്നെ മിണ്ടാൻ പറ്റാത്ത ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് കഴിച്ചു കളഞ്ഞത്, അത്രയ്ക്കും ഞാൻ ചെയ്തിട്ടുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് അലറുന്നേ എന്ന് ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും മനോഹർ പറയാണ്, ഞാനൊരു കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, അത് സാധിച്ചിട്ട് ഞാനങ്ങ് തിരിച്ചു പോകും. ബഗാസുരൻ എനിക്ക് കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടുന്ന ദിവസം ഞാൻ നിങ്ങളുടെ മോളുടെ ജീവിതത്തിന് പൊക്കോളാം, അല്ലാതെ എനിക്ക് അവളോട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരി ആകെ തകർന്നു പോവാണ്. എന്നിട്ട് മനോഹർ പറയുന്നുണ്ട്, ആ കാശ് കിട്ടിയിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല ലോകത്തു നിന്നുള്ള പല ആൾക്കാരെയും കാണാനും ട്രിപ്പ് പോകാനും. ഇപ്പോൾ ഒരു ഇടുക്കിക്കാരി പെങ്കൊച്ച് വന്ന് സെറ്റായിട്ടുണ്ട് എൻ്റെ അടുത്ത്, അതും ഒന്ന് വളച്ച് ഒന്ന് സുഖമായിട്ട് ജീവിക്കണം. ആകെ ഞാൻ പെട്ടുപോയത് രണ്ട് ആൾക്കാരുടെ മുമ്പിലാണ്, അത് പോലീസുകാരുടെ മുമ്പിൽ പോലും അല്ല, നിങ്ങളുടെ തൊട്ട അയലോക്കത്ത് താമസിക്കുന്ന കിരണിൻ്റെയും കല്യാണിയുടെയും മുമ്പിൽ. അവർ മാത്രമേ എൻ്റെ കയ്യിൽ കൂച്ചുവിലങ്ങ് വെച്ചിട്ടുള്ളൂ, വേറെ ആരും അത് ചെയ്തിട്ടില്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവാണ്, ഒന്നും പ്രതികരിക്കാൻ പറ്റാണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളോടെല്ലാം വിളിച്ച് പറയുമെങ്കിൽ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ഭർത്താവിനെ നിലയ്ക്ക് നിർത്തിയേക്കുന്ന പോലെ നിങ്ങളെ ഞാൻ നിലയ്ക്ക് നിർത്തും. നിങ്ങളുടെ മകൾ സത്യങ്ങൾ അറിയണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അതൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവുകയാണ്. പോകുമ്പോൾ പറയുന്നുണ്ട്, മോളുടെ 28 കെട്ടാണ് വരുന്നത്, കൂടുതൽ ഇനി എന്നെ നോക്കി ദഹിപ്പിച്ചും പ്രകടനങ്ങൾ കാഴ്ചവെച്ചും ഡയലോഗ് അടിച്ചൊന്നും വിജയിക്കാമെന്ന് ഓർക്കണ്ട. ഞാൻ ഉള്ള സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ വഴിക്ക് പോകും എന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശാരി അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ശാരി. വീട്ടിൽ ചെല്ലുമ്പോൾ സരി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോഴേക്കും ശാരിയുടെ ചങ്ക് തകർന്നു പോവാണ്. അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കും ശാരീനെ നോക്കിയിട്ട് സരി കുഞ്ഞിനോട് പറയുന്നുണ്ട്, ദേ നോക്ക്, നിന്റെ അമ്മൂമ്മ വരുന്നുണ്ട്, എവിടെയോ പോയി എന്തോ കാണിച്ച് പ്രാന്ത് പിടിപ്പിച്ച് വന്നേക്കുവാ.
എന്താണോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, മനുവേണ്ണും കൂടി ഇല്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തതിന് മോളു എന്നൊക്കെ ചോദിക്കുവാണ്. ഷാരി വന്നിട്ട് സരിയുവിൻ്റെ കവളെ തലോടുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, നിന്റെ മുറച്ചെറുക്കനില്ലേ കിരൺ, അവനൊരു മുത്തായിരുന്നു എന്ന് പറയുകയാണ്. ഇതുകൊണ്ട് കേൾക്കുമ്പോഴേക്കും സരിയുവിന് ചൊറിഞ്ഞു വരിക. പറയുന്നുണ്ട്, ഓ അച്ഛൻ്റെ അതേ അസുഖം അമ്മയ്ക്കും ബാധിച്ചോ? മുത്താണ് പോലും, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്, ഇവിടെ ഒരു മുത്തുണ്ട്, അതമ്മ കാണുന്നില്ലേ എൻ്റെ മനുവേട്ടൻ എന്ന് ചോദിക്കുവാണ്. ഇതിനൊന്നും ഷാരിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. ഷാരി പറയുവാണ്, ആ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല മോളെ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. നീ മനസ്സിലാക്കാത്തൊരു കാര്യം, അമ്മയ്ക്ക് വട്ടൊന്നും ആയിട്ടില്ല, പക്ഷെ അമ്മ ചിലപ്പോൾ ഒരു ഭ്രാന്തിയാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അമ്മ ആരെയും കൊന്നിട്ട് ജയിലിൽ പോകാനും സാധ്യതയുണ്ട്. എന്ത് നടക്കും എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടുന്ന് സങ്കടപ്പെട്ട് അകത്തോട്ട് പോവാണ് കേട്ടോ. ഷാരി എന്താ ഈ പറഞ്ഞതെന്നൊന്നും മനസ്സിലാവാതെ അന്നം വിട്ട് നിൽക്കുന്ന സരിയുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്